ഏഴാമത് ദുബായ് രാജ്യാന്തര ചലച്ചിത്രോത്സവം ദുബായിൽ അല്പം മുമ്പ് സമാപിച്ചു. ഇന്ത്യ ഉൾപ്പെടെ 57 രാജ്യങ്ങളിൽ നിന്നുള്ള 157 സിനിമകളാണ് മേളയിൽ പ്രദർശിപ്പിച്ചത്. സാങ്കേതിക സാധ്യതകളും ശബ്ദമിശ്രണവും ഡാം 999 എന്ന ഹോളിവുഡ് ത്രിമാന സിനിമയെ വ്യത്യസ്തമാക്കുമെന്ന് ചിത്രത്തിന്റെ സംവിധായകനായ മലയാളി സോഹൻ റോയ് പറഞ്ഞു. ദുബായ് രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 100 വർഷം പഴക്കമുള്ള ഒരു അണക്കെട്ടിന് സമീപം താമസിക്കുന്നവരുടെ കഥയാണിത്. ശബ്ദത്തിനും സംഗീതത്തിനും ഏറെ പ്രാധാന്യമുള്ള ചിത്രമാണിതെന്ന് സിനിമയുടെ സൗണ്ട് ഡിസൈനർ ഷാജിത്ത് കോയേരി പറഞ്ഞു. നടൻ റമി, കമ്പനി സിഇഒ ശ്യാം കുറുപ്പ്, എം ശ്രീജിത്ത് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ദുബായ് മദീന ജുമേലയിൽ നടന്ന റെഡ് കാർപ്പറ്റ് വിരുന്നോടെയാണ് ദുബായ് ഫിലിം ഫെസ്റ്റിവലിന് അല്പം മുമ്പ് സമാപനം കുറിച്ചത്. ഇതോടനുബന്ധിച്ച് മുഹർ, അറബ്, ഏഷ്യ വിഭാഗങ്ങളായി വിവിധ സിനിമ ഡോക്യുമെന്ററി അവാർഡുകളും അല്പസമയത്ത് വിതരണം ചെയ്യും. UAE രാജകുടുംബാംഗങ്ങൾ, ഹോളിവുഡ്, അറബ് സിനിമാ മേഖലയിലെ സാങ്കേതിക പ്രവർത്തകർ, സിനിമാ താരങ്ങൾ എന്നിവരാണ് ഈ സമാപന വിരുന്നിൽ കേൾക്കം കൂട്ടുന്നത്. മരുഭൂമിയിൽ 8 നാൾ നീണ്ട ചലച്ചിത്രോത്സവ മാമാങ്കത്തിനാണ് ഇതോടെ തിരശ്ശീല വീണിരിക്കുന്നത്. ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത ഇലക്ട്രയാണ് മലയാളത്തിൽ നിന്നുള്ള ഏക സിനിമയായി മേളയിൽ പങ്കെടുത്തത്. എ സെലിബ്രേഷൻ ഓഫ് ഇന്ത്യൻ സിനിമ എന്ന വിഭാഗത്തിലാണ് ഇലക്ട്ര 2 ദിവസങ്ങളായി ഇവിടെ പ്രദർശിപ്പിച്ചത്. ഇന്ത്യയിൽ നിന്ന് കരൺ ജോഹർ, അപർണ സെൻ എന്നിവർ പ്രത്യേക ക്ഷണിതാക്കളായി സംബന്ധിക്കുന്നുണ്ട്. ഈ വർഷം മേളയിൽ ഇന്ത്യൻ സാന്നിധ്യം വളരെ കുറവായിരുന്നു. എങ്കിലും ഉള്ള സിനിമകൾ ശക്തമായ പ്രമേയമുള്ളവയാണെന്നാണ് വിലയിരുത്തിയത്. വ്യത്യസ്തമായ പ്രമേയങ്ങളാണ് ഈ ഇന്ത്യൻ ചിത്രങ്ങളെ ദുബായ് മേളയിൽ ഇത്തവണ വ്യത്യസ്തമാക്കിയതും ശ്രദ്ധേയമാണ്. അശ്വിനി, ഏഴാമത് ദുബായ് രാജ്യാന്തര ചലച്ചിത്രോത്സവം ദുബായിൽ സമാപിച്ചു. വിശദാംശങ്ങളാണ് എൽവിസ് ചുമാർ നൽകിയത്.